ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും പൊന്തിക്കൊണ്ടിരിക്കുന്ന വികാരങ്ങളാണ്. അതിലേറ്റവും പ്രബലമായത് ക്രോധമാണ്. ക്രോധമുണ്ടാവാൻ കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളെ സാധിക്കാതെ വരുമ്പോഴാണ് ക്രോധം ഉദയം ചെയ്യുന്നത്. ആ ക്രോധം പൊന്തി വരുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് നാം നേടിയെടുക്കേണ്ടത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷു ഉപജായതേ സംഘാത്സം ജായതേ കാമാൽ ക്രോധോ വിജായതേ ക്രോധാദ്ഭവതി സമ്മോഹ സ്മൃതിഭ്രംശ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഒരു ക്രോധം വന്നു കഴിഞ്ഞാൽ അവസാനമുണ്ടാവുന്ന അവസ്ഥയാണ് കാമം. ഒരു വസ്തുവിനെ നമ്മൾ വിഷയങ്ങളുമായി ബന്ധം പുലർത്തുമ്പോൾ ആ വസ്തുവിൽ ആഗ്രഹം തോന്നും. ആഗ്രഹം തോന്നിയാൽ അത് കിട്ടണമെന്നായി. അത് കിട്ടാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരോട് ദേഷ്യമാകുന്നു. ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊന്നും അറിയുകയില്ല. അതാണ് ക്രോധാഭവതി സമ്മോഹ. തെറ്റും ശരിയും തിരിച്ചറിയാത്ത അവസ്ഥ വരുന്നു. സമ്മോഹ സ്മൃതിഭ്രംശ. സമ്മോഹം വന്നു കഴിയുമ്പോൾ താൻ ചെയ്യേണ്ട കാര്യം എന്തോ അതാണ് സ്മൃതി. ഓർമ്മിക്കേണ്ടതെന്തോ അത് മറന്നുപോകുന്നു. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ. അതോടുകൂടി സ്മൃതി ഭ്രംശിച്ചു കഴിയുമ്പോൾ ബുദ്ധി നശിക്കുന്നു. ബുദ്ധി നശിച്ചാൽ ആ മനുഷ്യൻ തന്നെ നശിക്കുന്നു. ജീവിതം തന്നെ നാശോന്മുഖമായിത്തീരുന്നു. അത്രയും വലിയ ശത്രുവാണ് ക്രോധം എന്ന് പറയുന്നത്. ആ ക്രോധത്തെ നാം നിയന്ത്രണ വിധേയമാക്കണം. ക്രോധം വരുമ്പോൾ ക്ഷമിക്കാൻ വീണ്ടും വീര്യം മനസ്സിനു വേണം. വീര്യം കരുത്തെഴും ഗാന്ധീവമാണത്. ധർമ്മം ജയിക്കാൻ കുലയ്ക്കാം. ക്രോധം വരുമ്പോൾ ക്ഷമിക്കാൻ. ദേഷ്യം വന്നു കഴിയുമ്പോൾ അതിനെ നിർവീര്യമാക്കാൻ, അതിന് ക്ഷമിക്കാൻ. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ക്രോധം വന്നാൽ, ക്ഷമ കൂടെ വന്നാൽ നമ്മൾ ക്രോധം കൊണ്ടുള്ള പ്രവർത്തികളൊന്നും തന്നെ ചെയ്യുകയില്ല. ക്ഷമിക്കുകയാണ് അപ്പോൾ വേണ്ടത്. അതാണ് ക്രോധം വരുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ നോക്കിയിരുന്ന, താൻ ആരോമലായി വളർത്തിയിരുന്ന ഒരു കീരി, താൻ വെള്ളത്തിന് പോയ സമയത്ത് ആ കീരിയെ കുഞ്ഞിനെ നോക്കാനായി കാവലിരുത്തിയ വെള്ളവുമായി വന്നപ്പോൾ ഈ അമ്മയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കീരി ചെന്നത് മുഖത്ത് കുറച്ച് ചോരയുമായിട്ടാണ്. ഈ ചോര കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ കുഞ്ഞിനെ ഇവൻ കടിച്ചു കൊന്നതാണോ എന്ന് പെട്ടെന്ന് ദേഷ്യം വന്നു. ബുദ്ധിനാശൻ നശിച്ചു. താൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്ത കാര്യങ്ങൾ മറന്നുപോയി. പെട്ടെന്ന് അടുത്ത് കിടന്ന ഒരു വർഗം കൊള്ളിയെടുത്ത് കീരി ഒറ്റ തല്ലി. കീരി അപ്പോൾ ആ അടിയേറ്റ് മരണപ്പെട്ടു. ഓടിച്ചെന്ന് തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ആ അമ്മയുടെ ഹൃദയഭേദകമായത്. കുഞ്ഞു കിടക്കുന്ന തൊട്ടിലിനരികിൽ ഒരു പാമ്പ് കയറി വന്നപ്പോൾ കീരി പാമ്പിനെ എതിർത്ത് അതിനെ കഷണമായി മുറിച്ചിട്ടു. ആ ശവം, അതിൻ്റെ ചോരയാണ് കീരിയുടെ മുഖത്ത് കണ്ടത്. പെട്ടെന്ന് വന്ന വികാരം കൊണ്ട് എന്താണ് നടന്നത് താനൊന്ന് ധരിച്ചു വെച്ചു. ആ ധാരണ, ഒരാലോചനയ്ക്ക് ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവിടെ ചെന്ന് കുട്ടിയുടെ അടുത്ത് ചെന്ന ശേഷം വേണ്ട ശിക്ഷ കൊടുക്കാം എന്നാണ് കരുതിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. ആ അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ പിന്നെ
ദുഃഖമല്ലേ ഉണ്ടാവുക. അതിന് കാരണം എന്താ? തൻ്റെ ക്രോധത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട്. അങ്ങനെ മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും കൊല്ലുന്ന സഹോദരൻ സഹോദരിയെയും സഹോദരി സഹോദരനെയും ഉറ്റമിത്രങ്ങളെയും ക്രോധം വന്ന് ചതിച്ച് കൊല്ലുന്ന രംഗങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നതാണ്. പിന്നീട് പശ്ചാത്തപിച്ചത് എന്ത് പ്രയോജനം? ക്രോധം വരുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടും വീര്യം മനസ്സിന് വേണം. ക്രോധം വരുന്ന സമയത്ത് അത് ക്ഷമിക്കാനുള്ള ശക്തി നമ്മളുടെ മനസ്സിന് നമ്മൾ വാർത്തെടുക്കണം. വീര്യം കരുത്തരും ഗാന്ധീവമാണത്. വീര്യം എന്ന് പറയുന്നത് അർജുനന്റെ കയ്യിലെ അസ്ത്രമാണ് ഗാന്ധീവം. ആ ഗാന്ധീവം എന്തിനു വേണ്ടിയാണ്? ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി, അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഖാണ്ഡവവനം എന്നു പേരുള്ള ഒരു വനം അർജുനൻ്റെ സഹായത്തോടുകൂടി ദഹിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മയൻ എന്ന അസുരശില്പി അർജുനനെ സംപ്രീതനായി. അഗ്നിദേവൻ വന്ന് കാണ്ഡവവനം ദഹിപ്പിക്കുമ്പോൾ അർജുനൻ ആ ദഹനത്തിൽ നിന്നും കാണ്ഡവവനത്തെ സംരക്ഷിച്ചു. അപ്പോഴാണ് മയൻ വന്ന് അർജുനന് സന്തോഷമായി ഒരു ഗാന്ധീവം എന്ന ഒരു വില്ലും അസ്ത്രമൊഴിയാത്ത ഒരാവനാഴിയും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്തത്. അവ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത ഗാന്ധീവം പോലെയാണ് ക്രോധം വരുമ്പോൾ നാം നേടേണ്ട ക്ഷമ എന്ന ഗാന്ധീവ വില്ല്. ആ ക്ഷമ നമുക്ക് വരണമെങ്കിൽ വീര്യം വേണം, നമുക്ക് ശക്തി വേണം. നമുക്ക് വേണ്ടയിടത്ത് ക്ഷമ വരണമെങ്കിൽ, ക്രോധത്തെ നിയന്ത്രിക്കണമെങ്കിൽ നല്ല കരുത്തുള്ള മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വീര്യം കരുത്തരും ഗാന്ധീവമാണത്. ധർമ്മം ജയിക്കാൻ ഉലയ്ക്കാം. ധർമ്മത്തെ നിലനിർത്തുന്നതിനും അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നതിനും ഉള്ള ഗാന്ധീവം പോലെയാണ് ആ ക്ഷമ എന്ന് പറയുന്നത്. ക്രോധം വരുമ്പോൾ ക്ഷമിക്കാനുള്ള ആ കരുത്തിനെയാണ് ഇവിടെ ഗാന്ധീവത്തോട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് നാം വളർത്തിയെടുക്കേണ്ടതാണ്. ക്രോധം വരുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടും വീര്യം മനസ്സിന് വേണം. വീര്യം കരുത്തെഴും ഗാന്ധീവമാണത്. ധർമ്മം ജയിക്കാൻ കുലയ്ക്കാം.